പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വലിയൊരു ആനന്ദത്തിൻ്റെ ദിവസമാണ്. കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളുടെ അച്ഛൻ്റെ കൂടെ പട്ടം കിട്ടിയതാണ് 2008 ജനുവരി 1 ജെറൻ സ്ഥാനിക്കലച്ഛൻ. അച്ഛന് ഇറ്റലിയിൽ ശുശ്രൂഷയാണ്. അച്ഛൻ വെക്കേഷന് വന്ന് ഇന്നലെ അച്ഛൻ്റെ കൂടെയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനെ ആരാധിച്ച് ഒരു തീഷ്ണമതിയായിട്ടുള്ളൊരു പുരോഹിതനാണ് ജെറൻ സച്ചൻ. അതാണ് ഒന്നാമത്തെ സന്തോഷം. രണ്ടാമത്തെ, ഇന്ന് ഒരു പുതിയ ഒരു ജനത്തെ കർത്താവ് കാച്ചേരി മടവണനഗർ ഇടവകയിലെ ജനത്തെ ഇന്ന് വാർഷിക ധ്യാനം അവരുടെ ആരംഭിക്കുകയാണ്. നിങ്ങൾ നേരത്തെ തന്നെ അച്ഛന് വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ടെന്ന് അച്ഛനറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യമുള്ളത് കൊണ്ടാണ് ഇന്ന് വലിയ സന്തോഷത്തിലായിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഹോസിയ പ്രവചനം 6:3. അവിടെ വചനം വെളിപ്പെടുത്താണ്, കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. ഇന്ന് പ്രിയ സഹോദരങ്ങൾ, കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുടുംബ പ്രാർത്ഥന അർപ്പിക്കുന്നവരാണ്, ബലി അർപ്പിക്കുന്നവരാണ്, കുമ്പസാരം എന്ന കുദാശ സ്വീകരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്. എന്നാൽ ഇതൊക്കെ എത്രമാത്രം ഏകാഗ്രതയോടെ, എത്രമാത്രം യേശുവിനെ അനുഭവിക്കാനുള്ള ആഗ്രഹത്തോടെ ചെയ്യുന്നു എന്ന് ആത്മശോധന ചെയ്യാനായിട്ട് സ്വർഗം നമ്മോട് ആവശ്യപ്പെടുകയാണ്. കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. എന്നിട്ട് പറയാണ്, അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. അവിടെ നിന്ന് വീണ്ടും വരും. അത് പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി വീണ്ടും വരുന്ന ഒരു കർത്താവുണ്ട്. അതാണ് പ്രിയ സഹോദരങ്ങളെ, ഹോസിയ ഒരു പ്രവചനമാണ് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് വാർഷിക ധ്യാനത്തിൻ്റെയൊക്കെ ദിവസങ്ങളാണല്ലോ. ഒരു പക്ഷേ നിങ്ങളുടെ ഇടവുകളിൽ വാർഷിക ധ്യാനം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വരാൻ പോകുമായിരിക്കും. ഒറ്റ കാര്യമുള്ളൂ, കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ, കർത്താവിനെ അറിയാനുള്ള ദാഹമില്ലെങ്കിൽ, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ, അങ്ങനെയല്ലേ തിരുനാളിൻ്റെ അവസാന ദിനത്തിൽ ഈശോ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ, ദാഹമില്ലെങ്കിൽ, യേശുവിനെ അറിയാനുള്ള ദാഹമില്ലെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, കർത്താവ് എത്ര വഴികൾ തുറന്നാലും നമ്മൾ അത് കുടിക്കുകയില്ല. നമ്മളതിനെ ആഗ്രഹിക്കാത്തിടത്തോളം കാലം യേശുവിൻ്റെ അനുഭവം സ്വന്തമാക്കുക അസാധ്യമാണ്. എന്നാൽ യേശുവിൻ്റെ അനുഭവം സ്വന്തമാക്കാത്തിടത്തോളം കാലം ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായാലും, ഈ ലോകത്തിലെ ഉന്നതമായ സ്ഥാനമാനങ്ങൾ നമ്മൾ അലങ്കരിച്ചാലും, നമ്മുടെ ജീവിതത്തിലെ എന്തെന്നില്ലാത്തൊരു ശൂന്യത നമ്മുടെ ഉള്ളിലേക്ക് എന്നും നമ്മുടെ ഉള്ളിലുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഈശോയെ അറിയാനായിട്ട് ഏകാഗ്രതയോടെ ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവമേ, ഈ ഒരു അഭിഷേകം ഇത് കേൾക്കുന്ന ഓരോ മകനും മകൾക്കും ഉണ്ടാകട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.